മൂന്നാറിൽ വീണ്ടും സാഹസിക ഡ്രൈവിംഗ്. മൂന്നാർ ലോക്ക്ഹാർട്ട് എസ്റ്റേറ്റിന് സമീപമാണ് കാറിൽ യുവാക്കളുടെ സാഹസിക പ്രകടനം. പത്തനംതിട്ട രജിസ്ട്രേഷനുള്ള കാറിന്റെ വിൻഡോയിലിരുന്നായിരുന്നു യുവാക്കളുടെ അപകടകരമായ യാത്ര. പ്രിൻസ് ജെയിംസ് ചേരുന്നു വിവരങ്ങളുമായി. പ്രിൻസ്, മൂന്നാറിലിത് പതിവായിട്ടുള്ള കാഴ്ചയാണ്. പോലീസും മോട്ടോർ വാഹന വകുപ്പും നടപടികൾ സ്വീകരിക്കുന്നു എന്ന വിവരങ്ങളൊക്കെ നമ്മൾ വാർത്തകളിലൂടെ നൽകുമെങ്കിലും ഇതുപോലുള്ള സംഭവങ്ങൾ പതിവായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇത് പത്തനംതിട്ട രജിസ്ട്രേഷനിലുള്ള കാറിൻ്റെ വിൻഡോയിലിരുന്നാണ് യുവാക്കൾ ഈ സാഹസിക യാത്ര നടത്തിയതെന്ന വിവരം ലഭിച്ചിട്ടുണ്ട്. പോലീസിന്റെയോ അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി ഉണ്ടാകുമോ? ടോം, നിലവിൽ വീഡിയോ ദൃശ്യങ്ങളടക്കം ലഭിച്ച സാഹചര്യത്തിൽ അടുത്ത ദിവസങ്ങളിലൊക്കെ ഗതാഗത വകുപ്പ് നടപടിയിലേക്ക് നീങ്ങുമായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എങ്കിൽ പോലും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ദൃശ്യങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് മാത്രമേ നടപടികളുള്ളൂ എന്ന ഒരു സ്ഥിതിയിലേക്ക് മാറിയിരിക്കുന്നു. മുൻപ് പ്രത്യേകിച്ചും ഗ്യാപ് റോഡിൽ വലിയ തോതിൽ ഇത്തരത്തിലുള്ള സാഹസിക യാത്രകൾ പതിവായി നടന്നിരുന്നു. അത് അപകടകരമായ സാഹചര്യത്തിലേക്ക് നീങ്ങിയിരുന്നു. ഇതേ തുടർന്ന് നാട്ടുകാരുടെയൊക്കെ വലിയ പരാതി വരികയും ദൃശ്യങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തതോടെ ഇവിടെ മോട്ടോർ വാഹന വകുപ്പ് പരിശോധന കർശനമാക്കുകയും ചെയ്ത സാഹചര്യമുണ്ടായി. ഇതോടെ ഗ്യാപ് റോഡിലെ സാഹസിക യാത്രയ്ക്ക് അല്പം കുറവ് വരുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ പിന്നീട് മൂന്നാറിന് സമീപ പ്രദേശങ്ങളെ മൂന്നാറിൽ ടൗണിനോട് ചേർന്നുള്ള മാട്ടുപ്പെട്ടി റോഡ്, ഒപ്പം പള്ളിവാസൽ റോഡ് തുടങ്ങിയ പാതകളിലൊക്കെ വീണ്ടും ഇത്തരത്തിലുള്ള യാത്രകൾ വർദ്ധിക്കുന്ന സാഹചര്യമുണ്ടായി. കഴിഞ്ഞ ദിവസം തന്നെ പള്ളിവാസലിൽ സമാനമായ ഒരു യാത്ര സംഭവിച്ചിരുന്നു. ഇത് പ്രത്യേകിച്ചും ഗ്യാപ് റോഡ് ഉള്ള ദേശീയപാതയിൽ വീതി കൂടിയുള്ള പ്രദേശങ്ങളാണ്. എന്നാൽ മാട്ടുപ്പെട്ടി പാതയും മറയൂർ പാതയും നിലവിൽ മൂന്നാറിൽ നിന്ന് പള്ളിവാസൽ വഴിയുള്ള അടിമാലിയിലേക്ക് പോകുന്ന പാതയും ഒക്കെ താരതമ്യേന വീതി കുറവും എന്നാൽ വാഹനങ്ങളുടെ എണ്ണം കൂടുതലുമുള്ള ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഇത്തരം യാത്രകൾ വലിയ അപകട സാധ്യത വർദ്ധിപ്പിക്കും, ഇടവരുത്തും. പ്രത്യേകിച്ചും മറ്റു വാഹനങ്ങളൊക്കെ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഇതോടൊപ്പം തന്നെ ഇനി വിനോദസഞ്ചാര സീസൺ ആരംഭിക്കാൻ പോകുന്നു. പ്രത്യേകിച്ചും അവധിക്കാലം ആരംഭിക്കുന്നു. മധ്യവേനൽ അവധി ആരംഭിച്ച സാഹചര്യത്തിൽ വലിയ തോതിൽ സഞ്ചാരികൾ ഇവിടേക്ക് വരാനുള്ള സാധ്യത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം യാത്രകൾ കൂടുതൽ ആകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മോട്ടോർ വാഹന വകുപ്പും പോലീസും കൃത്യമായ ഒരു ഇടപെടൽ നടത്തുകയും പരിശോധനകൾ കർശനമാക്കുകയും ചെയ്തില്ലെങ്കിൽ വലിയ അപകടങ്ങൾക്ക് ഇടവരുത്തുന്ന സാധ്യത കൂടിയുണ്ട്. വ്യക്തമാണ്. മൂന്നാറിലാണ് യുവാക്കളുടെ സാഹസിക യാത്രയുടെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. മോട്ടോർ വാഹന വകുപ്പ് വിവരങ്ങൾ തേടിയിട്ടുണ്ട്. പോലീസും മോട്ടോർ വാഹന വകുപ്പ് നടപടി സ്വീകരിക്കുമെന്നാണ് പ്രിൻസ് ജെയിംസ് ഇടുക്കിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്.